മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? നിരവധി ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടും ഒരു റിസൾട്ട് ലഭിച്ചവരും ഈ കൂട്ടത്തിലുണ്ട്. റിസൾട്ട് ലഭിക്കാതെ ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാനുള്ള റീസൺ പറയുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കൂടെ കാണിക്കുന്ന ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് പോകാം. നമ്മളിൽ മെജോറിറ്റി ഓഫ് ആളുകളും ഇൻസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ റിസൾട്ട് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. അത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസിയും അതേ കാര്യം ലഭിക്കുവാനുള്ള ഫ്രീക്വൻസിയും മാച്ച് ആയാൽ മാത്രമേ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത കാര്യം പെട്ടെന്ന് നടക്കുള്ളൂ. അതായത് ഇതിനൊക്കെ ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഒരു വീഡിയോ കണ്ടു, ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിന് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ മെയിൻ റീസൺസ് നമുക്കൊന്ന് നോക്കാം. അതായത് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിനുള്ള കാരണങ്ങൾ ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഒന്നുമില്ല എന്ന ചിന്താഗതി. അതായത് എനിക്കൊന്നുമില്ലാത്തതിനാൽ ഞാനൊന്നും നേടില്ല എന്ന ചിന്തയാണെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുക. അതായത് നമുക്കെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം സമൃദ്ധിയുടെ നടുവിലാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒന്നും താല്പര്യമില്ല എന്ന് വിചാരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഉപബോധ മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സമാണ്. അതായത് നമ്മൾ അഫർമേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ റിച്ച് ആണെന്നായിരിക്കും നമ്മൾ പറയുക. പക്ഷേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് നമ്മളോട് പറയുക, അയ്യോ എനിക്കൊരു ഗതിയില്ല എന്നാണ് അവിടെ പറയണമെങ്കിൽ എല്ലാം അതോടുകൂടി തീർന്നു. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും ഒരു കാര്യം തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ മനസ്സിൽ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ റിച്ച് ആണെന്നുള്ളത് ആ ഒരു ഇത് മനസ്സിലും കൊണ്ടുവരിക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റിസൾട്ട് ലഭിക്കുമോ എന്നുള്ള ഭയം. എല്ലാവർക്കും പെട്ടെന്നുള്ളൊരു റിസൾട്ടാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ എത്ര മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ചെയ്താലും അതിലൂടെ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫലം ലഭിക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ആ ഭയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇത് കിട്ടില്ല. നടപടി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതായത് ഇപ്പോൾ മാനിഫെസ്റ്റേഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് ലഭിക്കണമെന്നില്ല. അതിൻ്റെ ഒപ്പം നമ്മൾ അതിനാവശ്യമുള്ള ആക്ഷൻസും കൂടെ ചെയ്യുക. അതായത് അതിലേക്ക് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക. അപ്പോൾ നിങ്ങളൊരു മണി ബ്ലോക്ക് മാറാനുള്ളൊരു മാനിഫെസ്റ്റേഷനാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനാവശ്യമുള്ള കുറേ അധികം മണി സോഴ്സസ് ഓപ്പൺ ചെയ്ത് കിട്ടും. പല സ്ഥലത്തു നിന്നും നമുക്ക് ചിലപ്പോൾ ജോലിക്കുള്ള ഓഫേഴ്സ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബിനുള്ള ഓഫേഴ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മണി നമ്മുടെ അടുത്തേക്ക് വരികയായിരിക്കും ചെയ്യുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ശരിയായ ഉദ്ദേശം ഇല്ലായ്മ അല്ലെങ്കിൽ ലക്ഷ്യമില്ലായ്മ. അതായത് നമുക്ക് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വേണം. യൂണിവേഴ്സിന് നമുക്ക് അത് തരണമെങ്കിൽ നമുക്ക് ആ ലക്ഷ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഉദ്ദേശമില്ലെങ്കിൽ നമുക്ക് ആ പറഞ്ഞ നമ്മളുടെ ഉദ്ദേശം എന്താണോ അത് നമുക്ക് കിട്ടില്ല. കറക്റ്റായിട്ടൊരു ക്ലിയർ ഐഡിയ നമുക്ക് വേണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പണത്തിനാണ് ആവശ്യമെങ്കിൽ ഇപ്പോൾ 2000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയാണ് ആവശ്യമെങ്കിൽ അത് കൃത്യമായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അമിതമായ ആകാംക്ഷ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അത് ആലോചിച്ച് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം നമ്മൾ അതെങ്ങനെയാണ് വരിക അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. ഇതാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ മെയിൻ റീസൺസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നോക്കുക.
അപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കാനുള്ള റീസൺസ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കൂടുതൽ മാനിഫെസ്റ്റേഷൻ അറിവുകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.